കൂരപ്പുഴ ഗ്രാമപഞ്ചായത്ത് ശുചിത്വ പഠനോത്സവം പഞ്ചായത്ത് പ്രസിഡന്റ് ES വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഷോപ്പറുകൾ കൊണ്ടുപോകാൻ കുട്ടികൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതുവഴി നമ്മുടെ വീട്ടിലേക്ക് വരുന്ന കുടുംബത്തിലേക്ക് വരുന്ന കുറെ പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് ചോദിക്കാം, ചിലപ്പോൾ തിരിച്ചു ചോദിക്കാം, മേടിക്കുന്ന കുട്ടികൾക്ക് ചോദിക്കാം, നമ്മൾ വിവിധ സ്നാക്സുകൾ മേടിക്കുമ്പോൾ അത് പ്ലാസ്റ്റിക് ബോർഡുകളല്ലേ വരുന്നത്, അതിനെന്ത് സർക്കാർ ചെയ്തു എന്നൊക്കെ സംശയം ഉയരാം. വേറെ സാധനങ്ങളുണ്ട്, പാല് മേടിക്കുമ്പോൾ അതും പ്ലാസ്റ്റിക് കവറല്ലേ വരുന്നത്. ശരിയാണ്, നിങ്ങളുടെ ചോദ്യം തെറ്റൊന്നുമല്ല. ഇതൊക്കെ ഘട്ടം ഘട്ടമായി ഒഴിവാക്കപ്പെടുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാട് അല്ലെങ്കിൽ അത് പദ്ധതികളാണ് നമ്മുടെ സർക്കാരുകൾ നടത്തിവരുന്നത്. അത് സമൂഹത്തെ ഈ കാര്യങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ എല്ലാം ചുമതല. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലത പ്രകാശ് അധ്യക്ഷയായിരുന്നു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി CN സിന്ധു സ്വാഗതവും VEO അലക്സ് ജോർജ് നന്ദിയും പറഞ്ഞു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കോത്തല ഹൈസ്കൂളിന് ട്രോഫി സമ്മാനിച്ചു. കോത്തല NSS ഹൈസ്കൂളിനാണ് രണ്ടാം സ്ഥാനം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല ചെറിയാൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദിലീപ് കുമാർ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൻസമ്മ മാത്യു, CDS ചെയർപേഴ്സൺ അന്നമ്മ ഉലഹന്നാൻ, പഞ്ചായത്ത് VEO രാജേഷ്, HI മഞ്ജു, ശുചിത്വ മിഷൻ പാമ്പാടി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര, വാർഡ് മെമ്പർമാരായ മോഹനൻ TG, ആന്റണി തുപ്പലഞ്ഞി, VM മാത്യു, ഫിലിപ്പ് ജോർജ്, ഷിബു, ഉമാദേവി, ജ്യോതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു. പഠനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികൾ ചെയ്ത വിവിധ ആക്ടിവിറ്റികളുടെ പ്രദർശനവും അവതരണവും നടന്നു.